സഖാവ് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം എന്താ അറിയുക, ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടരുത്. ഇതെന്തിനാ ഈ പിണറായി വിജയൻ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത്? ആരാ പിണറായി വിജയ കൂട്ടുകൂടിയത്? സത്യത്തില് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയാൽ എന്തൊക്കെ കുഴപ്പമുണ്ടാകും, എന്തൊക്കെ ഗുണമുണ്ടാകുമെന്ന് ഈ കേരളത്തിൽ പറഞ്ഞു തരാൻ അർഹതപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ സഖാവ് പിണറായി വിജയനാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നാളെ ഇതേപോലെ വന്നിട്ട് RSSുമായി കൂട്ടുകൂടരുതെന്നും കൂടി പറയരുത്. കാരണം ഇപ്പൊ കൂടിയതിന്റെ ദുരന്തം നിങ്ങൾക്ക് കുറച്ച് നല്ല മനസ്സിലാവുക, മനസ്സിലായില്ലേ? കുറച്ച് ഞാൻ മനസ്സിലാവും. അപ്പൊ ഉപദേശിക്കാൻ വരരുത്. ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. ഈ തരത്തിൽ തെറ്റിദ്ധാരണകൾ വരുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു നുണ, ആ നുണ തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ടാണ്. ആ കലാപവുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ കൃത്യമായി സഖാവ് പിണറായി വിജയന്റെ സഹോദരൻ ആ പിണറായി പാറപ്പുറത്തെ പൊളിച്ച പള്ളിയുടെ ആ പള്ളി പൊളിക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയായതിൽ ആയിരുന്നു എന്ന വിവരമടക്കം ഞാൻ പറഞ്ഞപ്പോ ഒരു മിണ്ടാട്ടമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ മേക്കിട്ട് ചാടി കടിക്കാൻ വരുന്ന പാർട്ടി സെക്രട്ടറി ഇല്ല, പാർട്ടിയുടെ ആളുകളില്ല. പക്ഷേ പി ജയരാജൻ മെനഞ്ഞാന്ന് ഒരു ലോക്കൽ ചാനലിൽ, ഒരു പ്രധാന ചാനലൊന്നല്ല, ഒരു ലോക്കൽ ചാനലിനെ വിളിച്ചു വരുത്തിയിട്ട് ഇയാൾ പറയാണ് നുണയാണ്, തലശ്ശേരി കലാപത്തിൽ കുഞ്ഞിരാമൻ രക്തസാക്ഷിയാണ്, ഏത് സഖാബ് കുഞ്ഞിരാമൻ രക്തസാക്ഷിയാണ്, അതുകൊണ്ട് പിണറായിയുടെ സഹോദരനെ കുറിച്ച് പറഞ്ഞ നുണയേക്കാൾ പി ജയരാജന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയണം, എന്നിട്ട് പിണറായിനെ ആപ്പിലാക്കണം എന്നാണ് മൂപ്പരുടെ ലക്ഷ്യമെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഇനി എന്ത് ബോധ്യം ഉണ്ടായാലും പറയേണ്ട കാര്യം പറയണല്ലോ. പിന്നെ CPM-ന്റെ നേതാക്കന്മാരോട് ഞാൻ പറയട്ടെ, തലശ്ശേരി കലാപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ വാദഗതികളിൽ ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല. നിങ്ങൾ പി ജയരാജന്റെ വേറൊരു ഭീഷണിയുണ്ട്. ഷാജി എന്താണ് ശുദ്ധ തെമ്മാടിത്തരാണ് പറയണത്, കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ജയരാജന്റെ ഭീഷണി എനിക്ക് മനസ്സിലാവും. ജയരാജ, താങ്കളുടെ മൂക്കിന്റെ താഴെ 10 കൊല്ലം MLA ആയി ഇരുന്നിട്ട് വന്നോനാ ഞാൻ. പേടിപ്പിക്കലൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ആ ജാതി പേടിയൊന്നും നമുക്ക് ആർക്കുമില്ല, ഒരു ബേജാറുമില്ല. അതുകൊണ്ട് ആ വർത്താനം നിർത്തിയിട്ട് വസ്തുതകൾ പരിശോധിക്കാനാണ് ജയരാജൻ പറയണമെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ സിമ്പിളാണ്. ഒന്ന്, ഈ കുഞ്ഞിരാമൻ മരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഷഹീദായി എന്ന് പറയുന്നത് ജനുവരി 3-ാം തീയതിയാണ്. ജനുവരി 31-ന് കലാപം തീർന്നു, അല്ലെങ്കിൽ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള കള്ള് ഷാപ്പിൽ ഇയാൾ എന്തിനാണ് ഷഹീദാൻ പോയതെന്ന് എന്റെ ചോദ്യം. അപ്പൊ നിങ്ങൾ പറയണ എന്താ, ഞങ്ങള് പത്രവാർത്തയുണ്ട്, ഇപ്പൊ വേറൊക്കെ വിട്ടു, മനോരമ കണ്ടില്ലേ? അങ്ങനെ ഞാൻ മെനക്കെട്ട് ഇയാൾ കാണിക്കുന്ന മനോരമ എടുത്ത് സ്ക്രീൻ ചെയ്ത് അത് വേറെ ഒരു ഫോട്ടോ എടുത്തിട്ട് വേറെ ഒന്നിലേക്ക് ലാർജ് ചെയ്ത് നോക്കി, എൻലാർജ് ചെയ്തിട്ട് നോക്കിയപ്പോ എന്താ സ്ഥിതി അറിയങ്ങള് അതിൽ പറയാണ്, മനോരമയിൽ CPM ആണെന്ന് പറഞ്ഞത്രേ, വന്നത്രേ, പോയത്രേ. ഏത് വസ്തുതാപരമായി മനോരമ പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റുകൾ വന്നത്രേ, പോയത്രേ, വന്നത്രേ എന്ന് പറയുന്ന വാർത്ത വെച്ചിട്ടാണ് ഈ കുഞ്ഞിരാമൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി. കുഞ്ഞിരാമൻ എന്തിനാണോ ജനുവരി 4-ാം തീയതി കള്ളുചാപ്പ് പോയിട്ട് അവിടെ പോയി അടിപിടി ഉണ്ടാക്കി മരിച്ചത്? അത് ഞങ്ങളുടെ തലയെ കൊണ്ടിടുക. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അതില് രസകരമായ ഒരു കാര്യം പി ജയരാജൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾ വിധേയത്തിൽ കമ്മീഷനിൽ ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്. കലാപം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് മൈക്ക് കെട്ടി ഒരു ജീപ്പ് പോയി, ആ ജീപ്പിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അതിലെന്താ തെറ്റുള്ളത്? കലാപം ഉണ്ടാക്കി നിങ്ങളാണ്, അവസാനിപ്പിക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ, നിങ്ങൾ തന്നെ മൈക്ക് കെട്ടണം, നിങ്ങൾ തന്നെ പറയണം, അതിനൊരു സംശയമില്ലല്ലോ. വിധേയത്തിൽ കമ്മീഷനിലുള്ള വസ്തുതയല്ലേ? എന്റെ ചോദ്യം KM ഷാജിയുടെ ചോദ്യം അല്ലല്ലോ പി ജയരാജ, അതിന് മറുപടി പറയും. എന്റെ ചോദ്യം കണ്ണൂർ ജില്ലാ CPI-യുടെ ചോദ്യമാണ്. കണ്ണൂർ ജില്ലാ CPI വിധേയത്തിൽ കമ്മീഷന്റെ 3ാമത് മൊഴി കൊടുത്ത ആളാണ്. 70 പേർ കൊടുത്ത മൊഴിയിൽ 3ാമത്തെ മൊഴി കണ്ണൂർ ജില്ലാ CPI കൗൺസിലാണ്. 5ാമത്തെ മൊഴി AIYF ആണ്. ഇവരെന്താ പറഞ്ഞാൽ ഞങ്ങള് ഈ കലാപം ഉണ്ടാക്കിയത് CPM ആണ്, ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയനാണ്, അല്ലേ? അതെന്താ ജയരാജൻ പറയാത്തത്? അതെന്താ പറയാത്തത്? അത് വിധേയത്തിൽ കമ്മീഷനിൽ 3ാമതല്ലേ ഉള്ളത്, 3ാമത്തെ സാക്ഷിമൊഴിയാണ്. എന്നിട്ട് അവിടെ CPI-ക്കാർ ചോദിച്ച ചോദ്യമുണ്ട്. ആ വളരെ കൃത്യമായി എന്ന് വെച്ചാല് സിമ്പിളാണ് കാര്യം. എന്താ അറിയാം, ഞങ്ങള് EMS-ന്റെ മന്ത്രിസഭയിൽ ലീഗ് കക്ഷിയാണ്. ലീഗ് അതിന്ന് പിരിഞ്ഞു, മന്ത്രിസഭ പൊളിഞ്ഞപ്പോ നമ്മള് ചേലാട്ട് അച്യുതമേനോന്റെ മന്ത്രിസഭയിൽ കക്ഷിയായി. എന്ന് മാത്രല്ല, ബൽറാം എന്ന് പറയുന്ന CPI-കാരൻ
തലശ്ശേരി മണ്ഡലത്തിൽ ജയിച്ചു. ഈ ഒറ്റ ചൊറിച്ചിലാണ് ജനസംഘത്തെയും RSSനെയും പിണറായി വിജയന്റെ CPMനെയും വിരളി പിടിപ്പിച്ചത്. അത് മുസ്ലിം ലീഗ് വിരുദ്ധത പറഞ്ഞ് മുസ്ലിം വിരുദ്ധതയാക്കി. അവിടെ കലാപുണ്ടാക്കുക മാത്രമല്ല, ആ കലാപത്തിൽ ഭീകരമായി കൊള്ളയടിച്ചു കൊണ്ടുപോയത്. CPI-കാരൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം അറിയോ? കലാപം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞപ്പോ ഒരാൾ ചോദിക്കുകയാണ്, അല്ല അന്ന് കിട്ടിയ കുഞ്ഞാലിക്കാന്റെ പീടിയെന്ന് നമ്മൾ അടിച്ചു മാറ്റി കൊണ്ടുപോയ അരിയും പഞ്ചസാരയൊക്കെ തീർന്നോ എന്നൊരു സഖാബ് ചോദിച്ചത് പിണറായി വിജയ നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിക്കുന്നത് CPI ആണ്. അതുകൊണ്ട് ഞാൻ ജയരാജനോട് പറയുന്നത്, നിങ്ങൾ വളരെ കൃത്യമായി മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകൾ കൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരാണ് എന്ന വാദത്തെ ഇനി നിലനിർത്താൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിന് P ജയരാജനല്ല, അതിലും വലിയ കള്ള വർത്തമാനം. P ജയരാജൻ അല്ലെങ്കിൽ അദ്ദേഹം സെൻട്രൽ ജയിലിന്റെ ഒരു വാഗ്ദാനമായി നിൽക്കുന്ന സമയമാണ്. ഷുക്കൂർ കേസിൽ ഇപ്പോഴും കോടതി ചോദ്യം ചെയ്യുന്ന ഒരാളാണ്. അയാളെപ്പോലെ ഒരു കള്ള പുസ്തകം എഴുതിയിട്ട് മുസ്ലിം തീവ്രവാദത്തെ കുറിച്ച് എഴുതി RSSന് വടിയിട്ട് കൊടുക്കുന്ന P ജയരാജൻ പറയുന്ന വസ്തുതകളെ നിരാകരിച്ചുകൊണ്ട് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്, CPM-കാരായ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നത്, ഒരു പാർട്ടി എന്ന നിലക്ക് നിങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളെ ഗൗരവത്തോടെ കാണാൻ, ഉത്തരവാദിത്ത ബോധത്തോടെ കാണാൻ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാം വിധത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇടപെടുന്ന വിധത്തിൽ മാറ്റി തീർക്കാൻ പരിശ്രമങ്ങൾ നടത്തുകയാണ് നിങ്ങൾ വേണ്ടത്. അല്ലെങ്കിൽ ഉറപ്പിച്ചു വെച്ചോളൂ, നിങ്ങളുടെ പിണറായി വിജയൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ഒടുക്കത്തെ CPM മുഖ്യമന്ത്രി ആയിരിക്കും എന്നതിന് സംശയം ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്നത് ഒരു രാഷ്ട്രീയ മുൻവിധിയോടുകൂടി കേൾക്കാതെ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞ ഒരു 2 ആഴ്ചയിലെ പത്രങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ എന്തെല്ലാം ക്രൂരമായ വാർത്തകളാണ് ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായി മാത്രം നമ്മൾ കേട്ടത്. അമ്മയുടെ കഴുത്തറക്കുന്ന ഒരു ഭാഗത്ത്, അമ്മയെ കൊന്നുകളഞ്ഞിട്ട് എന്നെ ഉണ്ടാക്കിയത് എന്തിനാണ് ഈ അമ്മ, അതുകൊണ്ട് തന്നെയാ കൊന്നുകളഞ്ഞത് എന്ന് ഒരു നിർലജ്ജം, നിഷ്കരുണം സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്ന മകനെ കാണുന്നത് ഈ ദിവസങ്ങളിലാണ്. നമ്മുടെ ചുറ്റുപാടുകൾ ഇങ്ങനെ ദൈനംദിനം അപകടപ്പെടുകയാണ്. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രശ്നമുണ്ട് നമുക്ക്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും പറയുമ്പോഴും നമ്മളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ചില മൗലികതകളുണ്ട്. മനുഷ്യൻ, പ്രകൃതി, ചുറ്റുപാട്. നമ്മെ അലോസരപ്പെടുത്തുന്ന ഇത്തരം കുറെ പ്രശ്നങ്ങൾക്ക് ഒരു ഗവൺമെന്റും രാജ്യവും ഭരണകൂടവും നേതാക്കന്മാരും പുല്ലിന്റെ വില കൽപ്പിക്കുന്നു എന്നതാണ്. അവസാനം നിങ്ങൾ ഓർത്തു നോക്കൂ, പാലക്കാട് നിന്ന് വന്നൊരു വാർത്തയുണ്ട്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കുടിവെള്ളക്ഷാമം അഭിമുഖീകരിക്കുന്ന പ്രദേശമാണ് പാലക്കാട്. അവിടുത്തെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ഒരു മെയ് മാസത്തിലൊക്കെ പാലക്കാട്ടെ ജനങ്ങളുടെ പലായനമാണ് പലപ്പോഴും ഉണ്ടാവുക. കുടിവെള്ളം തേടി കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന ഉത്തരേന്ത്യയല്ല, ഈ കേരളത്തിൽ. പാലക്കാടിലെ ജനകീയമായ ഒരു സമരം ഉണ്ടായിരുന്നു. ഞാനൊക്കെ യൂത്ത് ലീഗ് ഭാരവാഹിയായിരിക്കുന്ന സമയത്താണ് അവിടെ പോയത്, എനിക്ക് ഓർമ്മയുണ്ട്. കൊക്കക്കോള സമരത്തിൽ കേരളത്തിലെ VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ക്രെഡിറ്റ് വാങ്ങിയിരുന്നത് ആ VSന്റെ നാട്ടില്. നിങ്ങൾ മനസ്സിലാക്കണം, കുടിവെള്ളത്തിനു പകരം മദ്യമൊടുക്കാൻ ഒരു ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. ബ്രൂവറിയെ കൊണ്ടുവന്ന് അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മളെ താഴെത്തട്ടിൽ നിൽക്കുന്ന സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്ന പോലുമില്ല. എത്ര തവണ കറണ്ട് ചാർജ് വർദ്ധിച്ചു, എത്ര തവണ വെള്ളക്കരം കൂട്ടി, ഒരു വീടുണ്ടാക്കാനുള്ള നികുതി എത്ര തവണ നമ്മളുടെ പഞ്ചായത്തുകളിൽ നമ്മൾ അടയ്ക്കേണ്ടി വരുന്നു. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിഷ്കരുണം നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഗവർണർ. നമ്മൾ ഈ ചേരുന്ന നിയമസഭ ഒരു ബജറ്റ് സഭയാണ്. അതുകൊണ്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപനം ഉണ്ടാകുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഒരു തമാശ മട്ടിൽ പറഞ്ഞത്, അയാൾ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, പക്ഷേ നമുക്കതൊരു ആളെ ഫൂളാക്കുന്നതാണെന്ന് കേട്ടാൽ അറിയാം. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ഗവർണറെ പോലെയല്ല ഈ ഗവർണർ, ഈ ഗവൺമെന്റിന്റെ നയം വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വികസന പരിപ്രേക്ഷ്യത്തെയാണ് അദ്ദേഹത്തിന്റെ
പ്രസംഗത്തിൽ, നിയമസഭയിലെ പ്രസംഗത്തിൽ അവതരിപ്പിച്ചത്, നയപ്രഖ്യാപനത്തിൽ ഉണ്ടായത് എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അറിയില്ലേ, ഗവർണർക്ക് നയപ്രഖ്യാപനത്തിൽ ഒരു വരി ചേർത്ത ചരിത്രം ഉണ്ടോ? ഒരു വരി. ഈ ഗോവിന്ദൻ ആരെയാ വെട്ടിയാക്കുന്നത്? ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം എന്നത് ഗവൺമെന്റ് എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന ഒരു ഓർണമെന്റൽ പണിയാണ് ഗവർണർ എടുക്കാറ്. അല്ലാതെ വേറെ എന്താണ്? അദ്ദേഹത്തിന് വേറെ കീശ എന്നൊരു സാധനം കൊണ്ടുവന്നിട്ട് ഈ നയപ്രഖ്യാപനത്തിന്റെ കൂടെ ഗവർണർ വായിക്കുമോ? ഇതുവരെയുള്ള ഗവർണർ, ഇനി നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ആവട്ടെ, അദ്ദേഹം വായിച്ചതും വായിക്കാത്തതും ഒക്കെ അദ്ദേഹം എഴുതിയതല്ല. ഗവൺമെന്റ് എഴുതിയതിൽ ചിലത് വായിക്കാതെ പോയിട്ടുണ്ടാവാം. പക്ഷേ ആ നയപ്രഖ്യാപനങ്ങളുടെ സ്ഥിതി എന്താണ്? 8 കൊല്ലം നയപ്രഖ്യാപനം നടത്തിയ ഗവൺമെന്റ് ഏത് വിഷയത്തിലാണ് ഒരു കൃത്യമായ സമീപനം എടുത്തത്? എന്നിട്ട് ആളെ ഫോളാക്കാൻ പറയാണ് ഇത്തവണത്തെ നയപ്രഖ്യാപനം ഭയങ്കരമാണ്. ഗോവിന്ദന്റെ മുമ്പിൽ ഇരിക്കുന്നത് വിഡ്ഢികളാണ് എന്ന് കരുതി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അങ്ങനെയാണ് എന്ന് അയാൾ വിചാരിക്കരുത്. ആളുകളെ പരിഹസിക്കുക, ഈ ദുരിതവും കഷ്ടപ്പാടും ഒക്കെ ജനങ്ങൾക്ക് സമ്മാനിച്ചത് കൂടാതെ ആളുകളെ പരിഹസിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളിൽ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞോ 8 കൊല്ലം നിങ്ങൾ ഭരിക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്തത്? ജനങ്ങളോട് പറയും, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഇന്ന കാര്യങ്ങളാണ്. ഇതൊരു ചെറിയ മീറ്റിംഗ് ആണ്, ഒരു ചെറിയ ശാഖാ കമ്മിറ്റിയാണ്, പഞ്ചായത്ത് മണ്ഡലവും ജില്ലയൊന്നും അല്ല, ഒരു ചെറിയ ശാഖാ കമ്മിറ്റി. ഇവിടെ ഒരു ചെറിയ ബൈത്തുർഹം ഉണ്ടാക്കി കൊടുക്കുന്നു, ചെറുത് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ ഇപ്പോ വന്ന് വായിച്ചില്ലേ, ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ അതിന് ചെയ്ത പരിപാടി ഇതാണ്, ഇതായിരുന്നു പ്രഖ്യാപനം, ഇത്രയാണ് ചെലവായത്, ഞങ്ങൾ ഉണ്ടാക്കി. ഒരു മര്യാദയല്ലേ? നിങ്ങൾ ഉത്തരവാദപ്പെട്ടവരല്ലേ, ഈ രാജ്യം ഭരിക്കുന്നവരല്ലേ? 8 കൊല്ലമായി മുഖ്യമന്ത്രി പദം നിങ്ങളുടെ കയ്യിലല്ലേ? ബാക്കി വേറെ മന്ത്രിമാരുണ്ടോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ മരുമകനല്ലാതെ മറ്റാർക്കെങ്കിലും റോളുള്ള മന്ത്രിസഭയാണോ ഇത്? ഏതെങ്കിലും ഘടകകക്ഷിയുടെ മന്ത്രിസ്ഥാനത്തെ കുറിച്ച് നാട്ടുകാർക്ക് അറിയാമോ? ഇല്ലല്ലോ. നിങ്ങൾ എന്തെല്ലാം നടത്തി? കോടികൾ ചെലവഴിക്കിയ ഒരു ബസ് യാത്ര നടത്തി. ഈ പേരാമ്പ്രയിലും വന്നില്ലേ, കുറ്റിയാടിയിലും വന്നില്ലേ, വലിയ ഗീർമാനങ്ങളും പ്രസംഗിച്ച് നിന്റെ മുഖ്യമന്ത്രി ഇവിടുന്ന് പോയില്ലേ? എന്നിട്ട് എന്താണ് 8 കൊല്ലത്തിനിടയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ ചെയ്തത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. പാർട്ടി സമ്മേളനത്തിൽ നിങ്ങളത് പറയുന്നില്ല എന്ന് മാത്രമല്ല, നിരന്നു നിന്ന് വർഗീയത പ്രസംഗിക്കുകയാണ്. മോഹനന്റെ വക വർഗീയത, വിജയരാഘവന്റെ പദം വർഗീയത, അവരെ മുഴുവൻ ഏറ്റെടുത്തു പിണറായി വിജയന്റെ വർഗീയത. ഈ വർഗീയതാ പ്രസംഗങ്ങൾ, ഈ മതപറിയും വെറുപ്പുമല്ലാതെ നിങ്ങൾ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തത് പറയൂ. കോഴിക്കോട് ജില്ലാ CPM-ന്റെ സമ്മേളനം കഴിഞ്ഞല്ലോ. ആ സമ്മേളനത്തിന്റെ മെസ്സേജ് എന്താണ്? എന്തല്ല കളിയാ കളിച്ചത്? മോഹനൻ പിണറായി വിജയന്റെ ഇഷ്ട കഥാപാത്രമാകാൻ അദ്ദേഹത്തിന് ഏറ്റവും ഭീകരമായ മതപറി പറഞ്ഞു. ഭീകരമായ മതപറി. കുറെ ആളുകൾ റോഡ് സൈഡിൽ നിന്ന് എക്സർസൈസ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ മുസ്ലിങ്ങളുണ്ട് എന്നതുകൊണ്ട് ഇതെന്തോ എക്സർസൈസ് ജിഹാദാണ് എന്ന തരത്തിലാണ് മോഹനൻ പ്രസംഗിച്ചത്, ഇല്ലേ? അവസാനം മോഹന് മനസ്സിലായി കോഴിക്കോട് ജില്ലയിൽ മോഹനന്റെ പിടി പോവുകയാണ്. മോഹനൻ വിചാരിച്ചത് ലതികയെ സെക്രട്ടറി ആക്കാനാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയെ. അതിനുള്ള പരിശ്രമങ്ങൾ നടത്തി, അതിനെല്ലാ ശ്രമവും നടത്തി. എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, എനിക്ക് ഏറ്റവും അടുത്തവനാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്റെ ഏറ്റവും അടുത്തയാള്. എന്നാ മോഹനൻ മനസ്സിലാക്കിക്കോ, മുഖ്യമന്ത്രിക്ക് മോളും മരുമോനൊക്കെ കഴിഞ്ഞിട്ടുള്ളേ മോഹനുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മനസ്സിലായില്ലേ? മോള് കഴിഞ്ഞിട്ടും മരുമോൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലേ? എങ്ങനെയാ മെഹബൂബ് സെക്രട്ടറി ആയത്? ആരുടെ അജണ്ടയാണ്? ആരുടെ പ്ലാനാണ്? ഒന്ന് പറഞ്ഞ മോഹനൻ ആരെയൊക്കെ വെട്ടി? ഇവിടെ പാർട്ടിയുടെ സെക്രട്ടറി ആവാൻ പാരമ്പര്യമുള്ള മോഹനനെ ചോദ്യം ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രം ആ സെക്രട്ടറിയായി വരേണ്ടിയിരുന്ന വടകരയിലെ നേതാവിന് നിങ്ങൾ വെട്ടിയില്ലേ? ആരുടെ ഇഷ്ടത്തിന്? റിയാസിന്റെ കാല് പിടിച്ച് നിങ്ങൾ വെട്ടിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിച്ചതൊക്കെ നടക്കുന്നു. പക്ഷെ റിയാസ് വെട്ടാൻ നിന്നത് എന്തിനാണ്? അടപടലം മോഹനനെ കൂടി വെട്ടാൻ വേണ്ടിയാണ്, അല്ലേ? സ്വന്തം കുടുംബത്തിലെ ഏകദേശം ഒരു 10 പേരെ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കയറ്റി കൊടുത്തു. എന്നിട്ടും ജില്ലാ കമ്മിറ്റി പിടിച്ചെടുത്തു. നിങ്ങൾക്ക് ഈ ജില്ലാ കമ്മിറ്റി എത്ര വലിയ കളി ഈ മോഹനൻ കളിച്ചിട്ടും കിട്ടാത്തവണ്ണം വടകരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം. CPM-ന്റെ പാർട്ടി സമ്മേളനങ്ങൾ ജില്ലകൾ മുഴുവൻ നടക്കുമ്പോഴും അടിസ്ഥാനപരമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടിയല്ല, മറിച്ച് നിങ്ങൾ ജനങ്ങളെ പരിഹസിക്കുന്ന, മനുഷ്യരെ തമ്മിൽ തെല്ലിക്കുന്ന മതപറിയുടെയും അപകടത്തിന്റെയും രാഷ്ട്രീയം പറയുകയാണ്. ആർക്കെങ്കിലും ഉപകാരമുള്ള? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ സാധാരണക്കാർക്കിടയിൽ നിന്ന്
ജയിച്ചു വന്ന അവരുടെ ഹൃദയത്തുടി പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു MLA ഉണ്ട് കേരള നിയമസഭയിൽ, കുറുക്കോളി മൊയ്തീൻ എന്ന് പറയും. ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ സീനിയർ ആയിട്ട് യൂത്ത് ലീഗിൽ ഉണ്ടായിരുന്ന ടി ഇസ്മായിലിനൊക്കെ തന്നെ സീനിയർ ആയിട്ടുള്ള കുറുക്കോളി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ്, മുസ്ലിം ലീഗിന്റെ MLA, സാധാരണക്കാരനായ MLA. ആ മനുഷ്യൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കിടയിൽ പോലും അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ബഹുമാനവും ആദരവും ഉണ്ട്. അത്ര താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് കടന്നു വന്ന ഒരു മനുഷ്യൻ. നിയമസഭയിൽ അയാൾ സംസാരിക്കുമ്പോൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ് സംസാരിക്കുക, കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ് കുറുക്കോളി പറയുക. ഞങ്ങളൊക്കെ പോലും പലപ്പോഴും കുറുക്കോളി പ്രസംഗിക്കാൻ എഴുന്നേറ്റൽ പറയും, കർഷകരുടെ പ്രശ്നം ഇതാ ഇപ്പോൾ കേൾക്കാം. കുറുക്കോളിക്ക് അതാണ് പറയാൻ അറിയുക. അതുകൊണ്ട് അങ്ങനെ താഴെത്തട്ടിൽ നിന്ന് വരുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെ അറിയുന്ന ഒരു MLA എന്ന നിലക്ക് നിയമസഭയിൽ അയാൾ പറഞ്ഞു, തിരൂര് മുതൽ നിലമ്പൂർ വരെ ഒരു മെട്രോ ലൈൻ, ഒരു മെട്രോ ട്രെയിൻ, ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിയാൽ വലിയ ആശ്വാസമാകും കേരളത്തിനത്, ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വലിയ ഗുണമാകും എന്ന് അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിന് മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് പരിഹസിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. അത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് സലീം കുമാർ പറഞ്ഞ മാതിരിയാണ്, കുറ്റം മൊയ്തീൻ്റെത് കൂടിയാണ്, കുറ്റം കുറുക്കോളിൻ്റെത് കൂടിയാണ്. ഈ ജാതി ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സഭയിൽ പോയിട്ട് ഇങ്ങനെ പ്രസംഗിക്കേണ്ട വല്ല കാര്യവും മൊയ്തീനുണ്ടായിരുന്നു? പ്രസംഗിക്കുന്നതിന് മുമ്പ് ആരാണ് മറുപടി പറയേണ്ടത് എന്ന് കുറുക്കോളി മൊയ്തീൻ ആലോചിക്കേണ്ടതല്ലേ? അദ്ദേഹത്തിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. എത്ര മോശമായിട്ടാണ്, എത്ര തമാശയായിട്ടാണ് ഇയാള് മുഖ്യമന്ത്രി അതിനെ കൈകാര്യം ചെയ്തത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയാൾ പറയുന്നതുണ്ട്, ഒരു അജണ്ടയുമില്ലാത്ത, ഒരിക്കലും നടപ്പിൽ വരാത്ത, ഒരു ആലോചനയുമില്ലാത്ത ഇത്തരം കാര്യം കൊണ്ടാണോ വരാറ്? ആരാ പറയണത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2 ദിവസത്തിനപ്പുറത്ത് ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന ദീർഘവീക്ഷണത്തിന്റെ കപ്പാസിറ്റി പോലും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്ന് അനുപമം കൊണ്ട് നമുക്കറിയാലോ. കേരളത്തിൽ ഡോക്ടർ മുനീർ സാഹിബ്, മുസ്ലിം ലീഗിന്റെ നേതാവ്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ട്. എക്സ്പ്രസ് ഹൈവേ അന്ന് ആവേശത്തോടെ കേരളം ഏറ്റെടുത്ത ഒരു കാര്യമാണ്. ആ എക്സ്പ്രസ് ഹൈവേ പൊളിച്ചു കൊടുത്ത മുഖ്യമന്ത്രി CPM-കാർക്ക് എങ്ങനെയാണ് നിലമ്പൂരിന്ന് തിരൂരിലേക്കുള്ള ഒരു ട്രെയിനിനെ കുറിച്ച് ആലോചിക്കാനാവുക? ആ എക്സ്പ്രസ് ഹൈവേ ദീർഘവിക്ഷണമില്ലാത്തതായിരുന്നോ? അന്ന് മുനീറിനെ കളിയാക്കിയില്ലേകൾ. എന്നിട്ട് അന്ന് കൊണ്ടുവരാൻ ശ്രമിച്ച എക്സ്പ്രസ് ഹൈവേ അതിന്റെ 1000 ഇരട്ടി നഷ്ടം വരുത്തിയിട്ട് 4 വരിപ്പാത എന്നത് വെട്ടിക്കുറിച്ച് 3 വരിപ്പാതയായി. ഇപ്പൊ കൊണ്ടുവരേണ്ട ഗതികേട് നമുക്കുണ്ടായോ? ഇപ്പോഴുണ്ടായോ? നാഷണൽ ഹൈവേയിൽ മുഴുവനുള്ള ഈ ദുരിതം ഇന്ന് ഇത്ര കൺസ്ട്രക്ഷൻ, ലക്ഷക്കണക്കിന് കൺസ്ട്രക്ഷൻ ആണ് അന്ന് മുനീർ സാഹിബ് പ്ലാൻ ചെയ്ത വഴിയിൽ പിന്നീട് ഉണ്ടായത്. അത് മുഴുവനും പൊളിച്ചു മാറ്റേണ്ടി വന്നു. അവിടെ റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വന്നു, റോഡുകളും ഇടങ്ങളും ഒക്കെ. നിങ്ങളുടെ ഒരു മിനിമം നിങ്ങളുടെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിക്ക് എന്ത് ദീർഘവീക്ഷണം? ഈ CPM-ന് എന്ത് ദീർഘവീക്ഷണം? ട്രാക്ടറിനെ എതിർത്ത, കമ്പ്യൂട്ടറിനെ എതിർത്ത, ലോകത്തുള്ള സകലമാന സാധനങ്ങളെയും എതിർത്ത ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ എങ്ങനെ അംഗീകരിക്കുക? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ നാട്ടിലെ അനിവാര്യമായ ഒരു വികസനത്തെ കുറിച്ച് പറയാൻ കഴിയുക? ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് താങ്കളുടെ ഒരു വിഖ്യാതമായ പ്രസംഗം ഉണ്ടല്ലോ, എന്താ അത്? താഴെ ട്രെയിൻ, 2ാമത്തെ നിലയിൽ മെട്രോ ട്രെയിൻ, 3ാമത്തെ നിലയിൽ വാട്ടർ മെട്രോ, 5ാമത്തെ നിലയിൽ AKG സെന്റർ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചില്ലായിരുന്നോ? ആ പ്രസംഗം എന്തായിരുന്നു? ഈ നിലയൊക്കെ എവിടെ പോയി? ഇത് പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ തലയിൽ വല്ല ഓളം ഉണ്ടായിരുന്നു? കുറുക്കോളി മൊയ്തീനെ ആക്ഷേപിക്കാൻ വേണ്ടി നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന മുഖ്യമന്ത്രി അന്ന് ഇത് ആലോചിച്ചോ എന്ന് ചോദിച്ചപ്പോ ഈ 4 നിലയിലെ മെട്രോ ട്രെയിനിനെ കുറിച്ച് പ്രസംഗിച്ച മുഖ്യമന്ത്രി എന്താ ഇതിനെ കുറിച്ച് ഓർത്തില്ല? ഞാൻ ഒരു കാര്യം പറയട്ടെ, മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിന്റെ നിയമസഭ സഖാവ് പിണറായി വിജയന്റെ തറവാട്ട് ഭൂമിയൊന്നുമല്ല. അവിടെ ഒരു MLA എഴുന്നേറ്റ് നിന്നാൽ അയാൾക്ക് ചില പ്രിവിലേജ് ഉണ്ട്. ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്ന MLA-ക്ക് പ്രിവിലേജ് ഉണ്ട്, അയാൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. മുഖ്യമന്ത്രി എന്ന അഹങ്കാരം വെച്ചിട്ട് അവിടെ ഇരിക്കാനല്ല ജനങ്ങൾ അങ്ങയെ ജനാധിപത്യത്തിലെ നായകനാക്കി തെരഞ്ഞെടുത്തത്. മറുപടി പറയണം. അവിടെ പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി എന്തിനാ ഉണ്ടാക്കിയത്? ഒരു MLA-യുടെ പ്രിവിലേജിനെ തിരസ്കരിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ടോ? സഭന്റെ നായകനാണെന്ന് കരുതിയിട്ട്, സഭയിൽ അയാൾ മുഖ്യനാണെന്ന് കരുതിയിട്ട് ഒരു MLA-യുടെ പ്രിവിലേജിനെ പരിഹസിക്കാൻ ഇയാൾക്ക് എന്താ അവകാശം? സ്പീക്കർക്ക് എന്താ അവകാശം? രാജ്യത്തിലെ ജനാധിപത്യ നിയമമല്ലേ അത്? ആ പ്രിവിലേജ് വെച്ചിട്ട് ഒരാൾ നിയമസഭയുടെ അകത്തിരുന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ പരിഹസിക്കുക,
കളിയാക്കുക. എന്തു രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി നിങ്ങളൊക്കെ ഇവിടെ പ്രസരിപ്പിക്കുന്നത്? ഏത് തരത്തിലാണ് നിങ്ങൾ ഈ രാജ്യത്തിലെ ജനാധിപത്യത്തെ കാണുന്നത്? നിങ്ങൾ വിചാരിച്ചത് ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്നാണോ? ഇത് ജനാധിപത്യ രാജ്യമാണ് മുഖ്യമന്ത്രി. ആ പ്രിവിലേജ് ആ MLA അനുവദിച്ചു കൊടുക്കാൻ 1952 മദിരാശി സഭയിൽ മഹാനായ KM സീതി സാഹിബ് എഴുന്നേറ്റു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കേരളത്തിലെ ജനങ്ങൾക്ക്, വിശിഷ്യ മലബാറിലെ ജനങ്ങൾക്ക്, അവർ പതുക്കെ പതുക്കെ ഒരു പ്രവാസി സമൂഹമായി രൂപപ്പെട്ടു വരികയാണ്. അവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊഴിലുമൊക്കെയായി യാത്ര ചെയ്യുന്നവരാണ്. അവർക്കൊരു വിമാനത്താവളം അവിടെ കൊണ്ടുവരണം. 1952 അറിയോ സഖാവ് പിണറായി വിജയന്? അന്ന് പക്ഷെ സീതി സാഹിബിനെ കളിയാക്കാത്തത് അങ്ങേ പോലത്തെ പോങ്ങന്മാരല്ല അന്ന് അവിടെ മുഖ്യമന്ത്രിമാരായി ഉണ്ടായിരുന്നത് എന്നതുകൊണ്ടാണ്. പക്ഷേ അന്നത് പറഞ്ഞ സീതി സാഹിബിന്റെ കാലം എവിടെയാ? 52. ഇന്ന് കരിപ്പൂർ വിമാനത്താവളല്ലേ? തീർന്നോ? കണ്ണൂർ വിമാനത്താവളല്ലേ? കൊച്ചി വിമാനത്താവളല്ലേ? ഇതൊന്നും ഇല്ലാത്ത കാലത്താണ്. അത് പറയാൻ കാര്യം എന്താണെന്നറിയോ? അത് ചോദിച്ചത് KM സീതി സാഹിബാണ്, ലീഗ് നേതാവാണ്. ഫ്യൂച്ചറിനെ കുറിച്ച്, വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ച് കൃത്യമായ വിവരമുള്ള നേതാക്കന്മാരാണ്. അങ്ങ് കമ്പ്യൂട്ടറിനെ എതിർത്ത, ട്രാക്ടറിനെ എതിർത്ത പാരമ്പര്യമുള്ള അങ്ങയെ പോലത്തെ ഒരാൾക്ക് എങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് തിരൂരിലേക്ക് ഒരു ട്രെയിൻ വരുന്നതിന്റെ സാങ്കേതികത്വത്തെ കുറിച്ച് സംസാരിക്കാനാവുക? അങ്ങനെ ആവുക? ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നത് നിങ്ങളോട്. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന്, ഒരു നിയമസഭയിൽ ഒരു MLA എഴുന്നേറ്റ് നിന്ന് അയാൾ സംസാരിക്കുമ്പോ ആ സംസാരത്തെ കേൾക്കുക, പരിശോധിക്കാവുന്നതാണെങ്കിൽ. വേറെ നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരൊന്നും പറഞ്ഞില്ലല്ലോ. 5 നിലയിൽ മെട്രോയും മറ്റേ ട്രെയിനും മറ്റേ വാട്ടർ മെട്രോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു ട്രെയിൻ പരിശോധിക്കട്ടെ മൊയ്തീൻ. മെമ്പറോട് പറയാ പരിശോധിക്കാം, ആലോചിക്കാം. അതൊരു മര്യാദയല്ലേ? പരിഹസിച്ചിട്ട്, തമാശയാക്കിയിട്ട് അങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ ധിക്കാരവും അഹങ്കാരവും ഒരു MLA-യുടെ പ്രിവിലേജിനെതിരെ പരിഹസിക്കല്? നിങ്ങൾ സ്വതസിദ്ധമായ പൊട്ടത്തരത്തിന് അന്താരാഷ്ട്ര അവാർഡ് കിട്ടുന്ന ഒരു പാർട്ടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനല്ലേ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി? അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസംഗങ്ങൾ കേട്ടിരുന്നോ? എന്ത് ശരിക്കു പറഞ്ഞാല് ആധുനിക സയൻസിന്, അതുപോലെ തന്നെ ആധുനിക ടെക്നോളജിക്കൊക്കെ മഹാസംഭാവനകൾ നടക്കാൻ കഴിയുന്ന വമ്പിച്ച പ്രസംഗമാണ് ഗോവിന്ദൻ നടത്തിയത്. ഗോവിന്ദൻ പറയാണ് കണ്ണൂരിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗവും ആ സ്റ്റേജും ഒക്കെ നിങ്ങൾ കാണണം. അദ്ദേഹം പറയാണ് AI യാഥാർത്ഥ്യമായി കഴിഞ്ഞു. AI യാഥാർത്ഥ്യമായി കഴിഞ്ഞു. നിങ്ങളുടെ മൊബൈലിൽ AI ഉണ്ട്, എന്റെ മൊബൈലിൽ AI ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. ഞാൻ ഈ അടുത്തൊരാള് കണ്ണൂര് ബീച്ചിലിരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. എന്നിട്ട് അദ്ദേഹം മൊബൈലിൽ നിന്ന് AI കൊടുത്തപ്പോ അയാൾ ഒരു മഞ്ഞിന്റെ മുകളിൽ ഇരിക്കുന്ന ഫോട്ടോ. ഇതാണത്ര AI. എന്റെ ഗോവിന്ദ, എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. പക്ഷെ അറിയാത്ത കാര്യത്തെ കുറിച്ചൊരു മിനിമം ധാരണ അവനവൻ ഉണ്ടാവുന്നത് നല്ലതല്ലേ? എന്താ ഈ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണ ഒരു ഫോട്ടോഷോപ്പിന്റെ പണി ഞങ്ങൾ ഈ പറയണത്. 10 കൊല്ലം മുമ്പ് അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലുണ്ട്. അതേപോലെ 10 കൊല്ലം മുമ്പ്. എന്റെ ഗോവിന്ദൻ ജി, ഇതല്ല AI. നിങ്ങളോട് ആരാ പറഞ്ഞ ഇത് AI എന്ന്? ഇതാണോ AI എന്ന് പറയുന്നത്? ഈ ഇന്ന് ലോകത്ത് മുഴുവൻ, ഈ ടെക്നോളജിയുടെ ലോകത്ത് ഏറ്റവും വലിയ ചർച്ച വരുന്ന AI ഇതാണോ? എന്നിട്ട് അടുത്ത ഗോവിന്ദന്റെ കമന്റ് എന്താ അറിയങ്ങള്? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ 60% അധ്വാനത്തിന്റെ ഇടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുപോകും. എന്നാലും സോഷ്യലിസം വരും. എന്നിട്ട് പറഞ്ഞ അതിന് വേറെ മുൻകൂർ ജാമ്യം കൂടി മൂപ്പരെടുത്തു. എന്താ അറിയോ? ഇനി നാളെ വന്നോ സോഷ്യലിസം എന്ന് എന്നോട് ചോദിക്കരുത്. മിനിമം ഒരു 200 കൊല്ലെങ്കിലും എടുക്കും മൂപ്പര് പറയാം. അപ്പൊ ആരും ചോദിക്കില്ല എന്ന് ഉറപ്പാണ്. ചോദിക്കാൻ ഗോവിന്ദനും ഉണ്ടാവില്ല, ആ കേട്ട പ്രസംഗം കേട്ടവരും ഉണ്ടാവില്ല. പിന്നെ എന്തും പറയാലോ. എന്തിന് സോഷ്യലിസം? എന്റെ ചങ്ങായിമാരെ, ഒരു മിനിമം സമയം പറയണ്ടെങ്കിൽ ഇത് എത്ര കാലമായി കേൾക്കണ്? 100 കൊല്ലം കഴിഞ്ഞാൽ, 200 കൊല്ലം കഴിഞ്ഞാൽ. എന്നിട്ട് അതിനകത്ത് വേറൊരു പ്രഖ്യാപനമുണ്ട്. ഖുർആൻ കാലഹരണപ്പെട്ടു പോകും, ഭഗവത്ഗീത കാലഹരണപ്പെട്ടു പോകും, മാർക്സിസം നിലനിൽക്കും. ഏത് മാർക്സിസം? ഈ കേരളത്തിലെ ടാപട്ടത്തിലുള്ള ഈ സാധനമാണോ നിൽക്കാൻ പോണത്? എടാ ചങ്ങായിമാരെ, ഇത് പറയുമ്പോ 1400 കൊല്ലങ്ങൾക്കപ്പുറത്തുള്ള ഖുർആന് വള്ളി പുള്ളി തെറ്റാതെ മുമ്പിലുണ്ട്. അത് വെച്ചിട്ടാ പറയണത്. എന്നിട്ട് പറയാ ഇപ്പോഴും മൂപ്പർക്ക് ഉറപ്പില്ല 200 കൊല്ലം കഴിഞ്ഞാൽ. എന്നിട്ട് ഒരു അപ്പം വരാൻ സാധ്യതയുണ്ട് 200 കൊല്ലം കഴിഞ്ഞാൽ. ഞാൻ വളരെ വിനീതമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഗോവിന്ദൻ ഈ പ്രശ്നം പറഞ്ഞതെന്നറിയോ? ഞാൻ സഖാക്കളോട് പറഞ്ഞുതരാം.
ഈ കഴിഞ്ഞ 2 ആഴ്ച ലോകത്തിലെ ടെക്നോളജിയിൽ അല്ലെ, ലോകത്തിലെ ഈ സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള 2 ആഴ്ചയാണ് കഴിഞ്ഞു പോയത്. നമുക്കറിയാം, ഗൂഗിളിൽ നിന്ന് നമ്മൾ ChatGPT-യിലേക്ക് പോയി. ഗൂഗിൾ എന്താന്നൊക്കെ നിങ്ങൾക്കറിയാം, മക്കൾക്കും ചെറിയ ആളുകൾക്ക് വരെ അറിയാം. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ, സംശയം ഉണ്ടായാൽ ഉടൻ നമ്മൾ എടുത്തിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കും. ആരാണ്, എന്താണ്, എങ്ങനെയാണ്. മക്കൾക്കൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. ആ കാലം കഴിഞ്ഞു. കാരണം ഗൂഗിൾ ഒരു ഇൻഫർമേഷനാണ്. ഗൂഗിൾ തരിക ഇൻഫർമേഷനാണ്. ഗൂഗിളിൽ നിന്ന് സാങ്കേതിക ലോകം ChatGPT-യിലേക്ക് പോയി. ChatGPT-യിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ഒരു വിവരം ചോദിക്കുന്ന പോലെയല്ല. നിങ്ങൾ ചോദിക്കുന്നത് എന്തും ChatGPT തരും. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമല്ല. ഇപ്പോഴൊക്കെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം എന്താണ് AI എന്ന്, എന്താണ് ChatGPT എന്ന്. ChatGPT-യുടെ ചാറ്റ് ബോട്ടിനകത്ത് മിനിമം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പറയാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച്, സീതി സാഹിബിനെ കുറിച്ച്, AKGയെ കുറിച്ച്, അങ്ങനെയുള്ള ഒരു ചരിത്രത്തിലെ ഒരു വലിയ നേതാക്കന്മാരെ കുറിച്ച് എനിക്കൊരു സിനിമ വേണം. ആ സിനിമയുടെ അതിന്റെ ഒരു എന്താണ് വേണ്ടത്, അതിന്റെ ഒരു കഥ എനിക്ക് ആവശ്യമുണ്ട്, ഒരു തിരക്കഥ വേണം എന്ന് നിങ്ങൾ ChatGPT-യോട് ചോദിച്ചാൽ മിനിറ്റുകൾക്കകം ChatGPT സീൻ 1, സീൻ 2, സീൻ 3 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു തിരക്കഥ തരും. ഈസിയാണ്. രണ്ടാമതോ, ChatGPT-യിൽ നിങ്ങൾ ചോദിക്കാണ്. ഇപ്പോൾ നിങ്ങളുടെ മക്കൾ പഠിക്കുകയാണ്, ഒരു തിസിസ് ആണ് ചെയ്യുന്നത്. ഇത് വടകരയുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തെ കുറിച്ചുള്ള ഒരു പഠനം ആണെന്ന് വെക്കുക. എന്നാൽ നിങ്ങൾ ChatGPT-യോട് പറയുക, എനിക്കൊരു തിസിസ് ആവശ്യമുണ്ട്, ഇത്ര പേജ് ലിമിറ്റ് ചെയ്ത ഇന്ന മാറ്റർ വേണമെന്ന് പറഞ്ഞാൽ ChatGPT മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് തരും. എന്ന് വെച്ചാൽ മനുഷ്യന് സാധ്യമല്ലാത്ത വിധം വേഗതയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങളുടെ നോളജിന് അനുസരിച്ച് തരാൻ കഴിയുന്ന ഒന്നാണ് ChatGPT എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ChatGPT-ന്ന് ലോകം മാറി. ഇപ്പൊ 03 ആണ്. 03-യുടെ ഒരു പ്രശ്നം എന്താന്ന് പറയുക, ഈ പ്രോസസ്സ്, ഈ നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ പ്രോസസ്സുകളുടെ അളവ് കൂടി. ഇപ്പൊ പറയുന്നത് ഒരു 60 വ്യക്തികളിൽ 60 ഇടങ്ങളിൽ നിന്നെങ്കിലും ഇൻഫോർമേഷൻസ് സ്വീകരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം, കറകളഞ്ഞ ഉത്തരം നിങ്ങൾക്ക് 03 തരിക. ChatGPT പോവാൻ 03 വന്നു. LLM എന്ന് പറയും. ഇതിനെല്ലാം എന്താ, ലാർജ് ലേണിംഗ് മോഡൽ എന്നാണ് പറയുക. ഇതാണ് പുതിയ സാങ്കേതിക വിദ്യ. ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ChatGPT ഉണ്ടാക്കാൻ അല്ലെങ്കിൽ LLM ഉണ്ടാക്കാൻ ലോകത്ത് അതിന്റെയൊക്കെ ഹെഡിനാണ് OpenAI എന്ന് പറയുക. ഈ OpenAI-യുടെ CEO എന്ന് പറയുന്ന സാം ആൽട്മാൻ, അദ്ദേഹമാണ് ഇതിന്റെ CEO. ഈ പറയുന്ന AI ലോകത്ത് വന്നത് കോടാനുകോടി രൂപ മുടക്കിയിട്ടാണ് അമേരിക്ക. നിങ്ങൾക്കറിയാം, അമേരിക്ക കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന ഒരു സാധനം അങ്ങനെ തന്നെ കോപ്പി അടിച്ചിട്ട് ചൈന അതിന്റെ 100-1 പൈസ ഇല്ലാതെ ഇറക്കും. ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളില് അതിന് സമാനമായ ഒരു ചാറ്റ് പോട്ട്, ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു ചാറ്റ് പോട്ട് ചൈന ഇറക്കി എന്ന് മാത്രമല്ല, അമേരിക്ക വിറങ്ങലിച്ചു നിന്നുപോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആപ്പിൾ ഐഫോണിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകള് അതിന്റെ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മുന്നിലെത്തി. എല്ലാ കണക്കുകളും തെറ്റിച്ച് ഈ ആഴ്ചയിൽ ഒരൊറ്റ ദിവസം അമേരിക്കയിലെ ഈ കുത്തക കമ്പനികൾക്ക് നഷ്ടമായത് $600 ബില്യൺ. എണ്ണി തീർക്കാൻ കഴിയില്ല. $600 ബില്യൺ. ഇന്ത്യക്കൊന്നും ആലോചിക്കാൻ കഴിയാത്ത സംഖ്യ ഒരൊറ്റ ദിവസം കൊണ്ട്. അതിൽ NVIDIA ചിപ്പ് നിർമ്മാണമുണ്ട്. അവർക്കടക്കം ഈ ചിപ്പ് നിർമ്മിക്കുന്ന സമയത്ത് അമേരിക്ക NVIDIAയോട് പറഞ്ഞത്, നിങ്ങൾ വേറെ ആർക്കും കൊടുക്കരുത് എന്നാണ്, ചൈനക്ക് കൊടുക്കാതിരിക്കാനാണ്. പക്ഷെ ചൈന നേരത്തെ വാങ്ങി വെച്ചിരുന്ന ചിപ്പ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഒറ്റ ആഴ്ചയിൽ കോടാനുകോടി രൂപയുടെ നഷ്ടം വന്ന് അമേരിക്കയുടെ ഈ പറയുന്ന AI രംഗം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് അന്ന് ചൈനയുടെ ഈ വാർത്ത പുറത്തു വന്ന ദിവസമാണ് ഗോവിന്ദന്റെ AI പ്രസംഗം. എന്താ വെച്ചാൽ ചൈന എന്ന് കേട്ടപ്പോ മൂപ്പർ ആവേശത്തിൽ ചാടി ഇറങ്ങിയതാണ്. അയാൾ എന്താണ് ഇതിന്റെ സംഭവം, ഇതിനകത്തുള്ള കാര്യം എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ ചോദിക്കണത്, എന്താണ് സംഭവം എന്നെങ്കിലും പഠിക്കട്ടെ. നിങ്ങൾ കുറുക്കോളി പോയി നിന്നൊക്കെ കളിയാക്കാൻ നടക്കണ മുഖ്യമന്ത്രിന്റെ അനുയായിയല്ലേ, പാർട്ടി സെക്രട്ടറി അല്ലേ?
എന്താണെന്ന് മനസ്സിലാക്കാൻ, എന്താണ് സംഭവം എന്നെങ്കിലും പഠിക്കണ്ടേ? എന്റെ സഖാക്കളെ, നിങ്ങള് ഈ എനിക്ക് സങ്കടം തോന്നി അതല്ല, ഈ ഗോവിന്ദൻ പ്രസംഗിക്കുമ്പോ ഒരു 3-4 ആള് സ്റ്റേജിലുണ്ട്. ഓ, പണ്ഡിതനാണെന്ന് തോന്നുന്നു എന്ന ഭാവത്തിലാണ് അവരിയ്ക്കുന്നത്. അവരുടെ കാര്യം മിനിമം എല്ലാവർക്കും ഇങ്ങനെ ആയിപ്പോയി. സഖാഭാവുമ്പം പറ്റ ബുദ്ധി ഇല്ലാണ്ടായി പോകുന്നത് ഈ പ്രശ്നം ഉണ്ടോ? ഞാൻ അറിയാണ്ട് ഒരാളിത് തിരുത്തി കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഈ ആധുനിക ലോകത്ത് AI-യുടെ പ്രശ്നം എന്താണ് എന്ന് ഗോവിന്ദൻ അറിയോ? അതിങ്ങനെ മൊബൈലില് ആളെ ഐസിട്ട് കാണിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് ആളുകളുടെ കോലം മാറ്റി കാണിക്കുക എന്ന് പറയുന്ന ചെറിയ പ്രശ്നമല്ല. മനുഷ്യന്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യാൻ AI. നിങ്ങളും ഞാനിങ്ങനെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് എടുക്കണില്ലേ? തീർന്നു. AI ഒരു വലിയ വെല്ലുവിളിയാണ്. എക്സ്ട്രാ ഇന്റലിജൻസ് ഇനി വരാൻ പോവാണ്. ഇനി അതിഭീകരമായ ഇന്റലിജന്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ AI-യിൽ വരികയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചോദ്യത്തിന് 60 ഇടങ്ങളിൽ നിന്ന് പ്രോസസ് ചെയ്തിട്ട് ആ ഉത്തരം നൽകാൻ ഒരു ചാറ്റ് ബോട്ടിന് കഴിയാന്ന് പറഞ്ഞാൽ, 03ക്ക് കഴിയാന്ന് പറഞ്ഞാൽ എന്താ കപ്പാസിറ്റി? ഒരു മനുഷ്യനോട് ചോദിച്ചാൽ മനസ്സിലാവോ? മനുഷ്യന്റെ എക്സിസ്റ്റൻസ് ചോദ്യം ചെയ്യാണ്. നിങ്ങളും ഞാനും വേണോ, അതല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മതിയോ എന്ന മൗലികമായ പ്രശ്നം നിൽക്കുന്നിടത്താണ് ഇയാൾ ഈ തമാശ പറയുന്നത്. പ്രിയപ്പെട്ട CPM-ന്റെ ഗോവിന്ദ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കഴിഞ്ഞ വേൾഡ് എക്കണോമിക് ഫോറം നടന്നത് ലാവോസിലാണ്. ആ വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്ത് ലാവോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു എന്നറിയുമോ? AI രംഗത്ത് നടക്കുന്ന അധാർമികതയെ കുറിച്ചാണ്. ഓപ്പൺഎയുടെ CEO ആയിട്ടുള്ള സാം ആൽട്ട്മാൻ വളരെ ഗൗരവത്തിലാണ് ആ മീറ്റിംഗിനകത്ത് ആ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയും ലോകത്തിലെ നിരവധി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആശങ്കയോടുകൂടെ, വലിയ വലിയ വേവലാതിയോടുകൂടെ അധാർമികമായ മേഖലകളിലേക്ക് ഇത് പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നടന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സൂപ്പർ ഇന്റലിജൻസ് വരുന്നതോടുകൂടെ അപകടകരമാവും കാര്യം. ഇപ്പൊ റീസെന്റ് ആയ ഒരു സാധനം ഞാൻ പറയാം. ഫലസ്തീൻ യുദ്ധത്തിൽ ഇസ്രയേൽ ഈ AI ഉപയോഗിച്ചു എന്നാണ്. എന്താണ്, മനുഷ്യനില്ലാതെ അപകടകരമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി റോക്കറ്റ് വിക്ഷേപിച്ച് 10,000-കണക്കിന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മനുഷ്യരെയും കൊല്ലുന്ന ഇസ്രായേലി തന്ത്രത്തിന് AI ഉപയോഗിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ മനുഷ്യത്വരാഹിത്യത്തിന്, ആളുകളെ കൊല്ലാൻ, ആളുകളെ ഇല്ലാതെയാക്കാൻ, ആളുകളെ നശിപ്പിക്കുവാൻ, ലോകത്തെ തന്നെ നശിപ്പിക്കുവാൻ കഴിയുന്ന അധാർമികതയുടെ മേഖലയിലേക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറുമോ എന്ന ഗുരുതരമായ പ്രശ്നം ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്താണ് നമ്മളുടെ ഗോവിന്ദൻ പറയുന്നത്, ഇത് നിങ്ങൾ ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോ വേറൊരു സ്ഥലത്തുള്ള പോലെ ആക്കണ പണിയാണെന്നാണ്. എന്റെ ഗോവിന്ദൻ, അതൊക്കെ 10 കൊല്ലം മുമ്പ് മൊബൈൽ വന്ന ആപ്പാണ്. മിനിമം ഇതൊന്നും മനസ്സിലാക്കുക. പ്രശ്നം ഇതൊന്നുമല്ല. പ്രശ്നം കാര്യങ്ങള് ഒറ്റ കാര്യം, ഞാൻ AI എന്താണ് എന്ന് അറിയണമെങ്കിൽ ഒരു കാര്യം ഗോവിന്ദനോട് പറഞ്ഞുതരാം. എന്താ കാര്യങ്ങള് നിങ്ങൾ ചോദിക്കാം, ചാറ്റ് GPT കയറിയിട്ട് ഹു ഈസ് ഗോവിന്ദൻ? അപ്പൊ ചാറ്റ് GPT 3-4 ചോദ്യങ്ങൾ, ആര്, എന്താ ഉദ്ദേശിച്ച്, ഒരു ക്ലൂ തരുമോ? അപ്പൊ പറയാ, താനൂരിന്ന് അപ്പം കയറ്റി എറണാകുളം വരെ കൊണ്ടുപോയി തിരിച്ചു വരാവുന്ന ട്രെയിനിനെ കുറിച്ച് സംസാരിച്ച ആൾ. അപ്പൊ ചാറ്റ് GPT പറയും, അത് നമ്മളെ ഗോവിന്ദൻ. ഇതാണ് ഗോവിന്ദ ചാറ്റ് GPTയുടെ ഒരു മിനിമം സാധനമാണ്. ഇനി അതാണ് ചാറ്റ് GPT എന്ന് അറിയണ്ട, ഒരു മിനിമം സാധനം. ആളെ പറയാതെ അനുബന്ധ സംഭവങ്ങൾ പറഞ്ഞാൽ പോലും അതിങ്ങനെ പ്രോസസ് ചെയ്തിട്ട് ആളെ പിടിക്കും. അല്ലാതെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ, MP ഗോവിന്ദൻ എന്നൊന്നും പറയണ്ട. ഹു ഈസ് ഗോവിന്ദൻ? അത് മതി. അപ്പൊ പറയും, ഏത് ഗോവിന്ദൻ? അപ്പൊ ഒരു അടയാളം പറഞ്ഞു കൊടുക്കാൻ പറയാം. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇടക്കിടക്ക് പൊട്ടത്തരം പറയുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞാലും പറയും, അത് നമ്മളെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനാണെന്ന് പറയും. ഈ മിനിമം ചാറ്റ് GPTയിൽ നിന്ന് കിട്ടാവുന്ന ഒരു സാധനം ഇതാണ്. ഞാൻ കുട്ടികളോട് പറയട്ടെ, വലിയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മളതിന് നിസ്സാരമായിട്ട് കാണാവുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ചാറ്റ് GPTയിലെ അല്ലെങ്കിൽ 03-യിൽ അല്ലെങ്കിൽ LLM-ലൊക്കെ ഇൻഫർമേഷൻസ് തിരയുന്നത് ഇപ്പൊ എവിടെ നിന്നാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിലൊന്ന് വിക്കിപീഡിയയാണ്. നിങ്ങൾ ഈ വിക്കിപീഡിയ നിരന്തരമായി സെർച്ച് ചെയ്യുകയും ആ വിക്കിപീഡിയയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം. അത് പരിശോധിക്കണം. കാരണം അതിനൊരു വലിയ മേഖലയിൽ കുറെ ആളുകളൊക്കെ പ്രവർത്തിച്ച് ചരിത്രത്തെ തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്.
അങ്ങനെ നിങ്ങൾക്ക് ബോധ്യം വന്നാൽ കുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആ വിക്കിപീഡിയ ആണെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് റിസോഴ്സ് എന്ന് മനസ്സിലാക്കി അവിടെ പോയി പുതിയ ടെക്നോളജി ഉപയോഗിച്ച് യഥാർത്ഥ ചരിത്രത്തെ അവിടെ ലിങ്ക് ചെയ്യാനുള്ള വെല്ലുവിളി അടക്കം നമുക്കുണ്ട്. ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയുന്നത്, അത്തരം വലിയ ഉത്തരവാദിത്തങ്ങൾ നിൽക്കുന്നിടത്താണ് നമ്മളുടെ പാർട്ടിയുടെ CPM-ന്റെ സെക്രട്ടറി ഇത്തരം തമാശകൾ പറയുന്നത് എന്നാണ്. ആ തമാശകളെ പറഞ്ഞ് നമ്മളെ കളിയാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്. അത് ഒരു നിസ്സാരമായ വിഷയമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, ഞാൻ ദീർഘമായി സംസാരിക്കില്ല, മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഈ സമീപകാലത്തായി മുസ്ലിം ലീഗിന്റെ വേദികളിൽ നിന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, CPM, ഞാൻ ഈ ChatGPT-യുടെ ഇൻഫോർമേഷൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്ന പോലെ CPM ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ വ്യാപകമായ മനുഷ്യർക്കിടയിലുള്ള വെറിയ ഉണ്ടാക്കുക, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിപ്പിക്കാൻ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് ആ ടാർഗറ്റ് ചെയ്യുന്ന ആയുധം RSS-കാരന് നാളെ ഉപയോഗിക്കാൻ പാകത്തിൽ തിരഞ്ഞെടുക്കുക. ഇപ്പൊ വടകരയിലെ സമ്മേളനത്തിൽ പോലും സഖാവ് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം തരുകള്, ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടരുത്. ഇതെന്തിനാ ഈ പിണറായി വിജയൻ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത്? ആരാ പിണറായി വിജയ കൂട്ടുകൂടിയത്? സത്യത്തില് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയാൽ എന്തൊക്കെ കുഴപ്പമുണ്ടാകും, എന്തൊക്കെ ഗുണമുണ്ടാകുമെന്ന് ഈ കേരളത്തിൽ പറഞ്ഞു തരാൻ അർഹതപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ സഖാവ് പിണറായി വിജയനാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നാളെ ഇതേപോലെ വന്നിട്ട് RSS-മായി കൂട്ടുകൂടരുത് എന്ന് കൂടി പറയരുത്. കാരണം ഇപ്പൊ കൂടിയതിന്റെ ദുരന്തം നിങ്ങൾക്ക് കുറച്ച് നല്ല മനസ്സിലായില്ലേ? കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഉപദേശിക്കാൻ വരരുത്. ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടേതായ നിലപാടുണ്ട്. ഈ തരത്തിൽ തെറ്റിദ്ധാരണകൾ വരുമ്പോ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു നുണ, ആ നുണ തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ടാണ്. ആ കലാപവുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെ കൃത്യമായി സഖാവ് പിണറായി വിജയന്റെ സഹോദരൻ ആ പിണറായി പാറപ്പുറത്തെ പൊളിച്ച പള്ളിയുടെ ആ പള്ളി പൊളിക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയായതിൽ ആയിരുന്നു എന്ന വിവരമടക്കം ഞാൻ പറഞ്ഞപ്പോ ഒരു മിണ്ടാട്ടമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ മേക്കിട്ട് ചാടിക്കടിക്കാൻ വരുന്ന പാർട്ടി സെക്രട്ടറി ഇല്ല, പാർട്ടിയുടെ ആളുകളില്ല. പക്ഷേ P. ജയരാജൻ മെനഞ്ഞാന്ന് ഒരു ലോക്കൽ ചാനലിൽ, ഒരു പ്രധാന ചാനലൊന്നല്ല, ഒരു ലോക്കൽ ചാനലിനെ വിളിച്ചു വരുത്തിയിട്ട് ഇയാൾ പറയാണ് നുണയാണ്, തലശ്ശേരി കലാപത്തിൽ കുഞ്ഞിരാമൻ രക്തസാക്ഷിയാണ്, ഏത് സഖാബ് കുഞ്ഞിരാമൻ രക്തസാക്ഷിയാണ്, അതുകൊണ്ട് പിണറായിയുടെ സഹോദരനെ കുറിച്ച് പറഞ്ഞ നുണയേക്കാൾ P. ജയരാജന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയണം, എന്നിട്ട് പിണറായിനെ ആപ്പിലാക്കണം എന്നാണ് മൂപ്പരുടെ ലക്ഷ്യമെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഇനി എന്ത് ബോധ്യം ഉണ്ടായാലും പറയേണ്ട കാര്യം പറയണല്ലോ. പിന്നെ CPM-ന്റെ നേതാക്കന്മാരോട് ഞാൻ പറയട്ടെ, തലശ്ശേരി കലാപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ വാദഗതികളിൽ ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല. നിങ്ങൾ P. ജയരാജന്റെ വേറൊരു ഭീഷണിയുണ്ട്. ഷാജി എന്താണ് ശുദ്ധ തെമ്മാടിത്തരാണ് പറയണത്, കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ജയരാജന്റെ ഭീഷണി എനിക്ക് മനസ്സിലാവും. ജയരാജ, താങ്കളുടെ മൂക്കിന്റെ താഴെ 10 കൊല്ലം MLA ആയി ഇരുന്നിട്ട് വന്നോനാ ഞാൻ. പേടിപ്പിക്കലൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ആ ജാതി പേടിയൊന്നും നമുക്ക് ആർക്കുമില്ല, ഒരു ബേജാറും ഇല്ല. അതുകൊണ്ട് ആ വർത്താനം നിർത്തിയിട്ട് വസ്തുതകൾ പരിശോധിക്കാനാണ് ജയരാജൻ പറയണമെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ സിമ്പിളാണ്. ഒന്ന്, ഈ കുഞ്ഞിരാമൻ മരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഷഹീദായി എന്ന് പറയുന്നത് ജനുവരി 3-ാം തീയതിയാണ്. ജനുവരി 31-ന് കലാപം തീർന്നു, അല്ലെങ്കിൽ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള കള്ള് ഷാപ്പിൽ ഇയാൾ എന്തിനാണ് ഷഹീദാൻ പോയതെന്ന് എന്റെ ചോദ്യം. അപ്പൊ നിങ്ങൾ പറയണ എന്താ, ഞങ്ങള് പത്രവാർത്തയുണ്ട്, ഇപ്പൊ വേറൊക്കെ വിട്ടു, മനോരമ കണ്ടില്ലേ? അങ്ങനെ ഞാൻ മെനക്കെട്ട് ഇയാൾ കാണിക്കുന്ന മനോരമ എടുത്ത് സ്ക്രീൻ ചെയ്ത് അത് വേറെ ഒരു ഫോട്ടോ എടുത്തിട്ട് വേറെ ഒന്നിലേക്ക് ലാർജ് ചെയ്ത് നോക്കി, എൻലാർജ് ചെയ്തിട്ട് നോക്കിയപ്പോ എന്താ സ്ഥിതി ഞങ്ങള് അതിൽ പറയണം, മനോരമയിൽ CPM ആണെന്ന് പറഞ്ഞത്രേ, വന്നത്രേ, പോയത്രേ. ഏത് വസ്തുതാപരമായി മനോരമ പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത കമ്മ്യൂണിസ്റ്റുകൾ വന്നത്രേ, പോയത്രേ, വന്നത്രേ എന്ന് പറയുന്ന വാർത്ത വെച്ചിട്ടാണ് ഈ കുഞ്ഞിരാമൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി. കുഞ്ഞിരാമൻ എന്തിനാണോ ജനുവരി 4-ാം തീയതി കള്ളുചാപ്പ് പോയിട്ട് അവിടെ പോയി അടിപിടി ഉണ്ടാക്കി മരിച്ചത്? അത് ഞങ്ങളുടെ തലയെ കൊണ്ടിടുക. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അതില് രസകരമായ ഒരു കാര്യം P. ജയരാജൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾ വിധേയത്തിൽ കമ്മീഷനിൽ ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്. കലാപം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് മൈക്ക് കെട്ടി ഒരു ജീപ്പ് പോയി.
ആ ജീപ്പിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അതിലെന്താ തെറ്റുള്ളത്? കലാപം ഉണ്ടാക്കി നിങ്ങളാണ്, അവസാനിപ്പിക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ. നിങ്ങൾ എന്നെ മൈക്ക് കെട്ടണം, നിങ്ങൾ എന്നെ പറയണം, അതിനൊരു സംശയമില്ലല്ലോ. വിദഗ്ധ കമ്മീഷനിലുള്ളത് വസ്തുതയല്ലേ? എന്റെ ചോദ്യം KM ഷാജിയുടെ ചോദ്യം അല്ലല്ലോ പി ജയരാജ, അതിന് മറുപടി പറയും. എന്റെ ചോദ്യം കണ്ണൂർ ജില്ലാ CPIയുടെ ചോദ്യമാണ്. കണ്ണൂർ ജില്ലാ CPI വിദഗ്ധ കമ്മീഷന്റെ മൂന്നാമത് മൊഴി കൊടുത്ത ആളാണ്. 70 പേർ കൊടുത്ത മൊഴിയിൽ മൂന്നാമത്തെ മൊഴി കണ്ണൂർ ജില്ലാ CPI കൗൺസിലാണ്. അഞ്ചാമത്തെ മൊഴി AIYF ആണ്. ഇവരെന്താ പറഞ്ഞാൽ ഞങ്ങള് ഈ കലാപം ഉണ്ടാക്കിയത് CPM ആണ്, ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയനാണ് അല്ലേ? അതെന്താ ജയരാജൻ പറയാത്തത്? അതെന്താ പറയാത്തത്? അത് വിദഗ്ധ കമ്മീഷനിൽ മൂന്നാമതല്ലേ ഉള്ളത്, മൂന്നാമത്തെ സാക്ഷിമൊഴിയാണ്. എന്നിട്ട് അവിടെ CPIക്കാർ ചോദിച്ച ചോദ്യമുണ്ട്. ആ വളരെ കൃത്യമായി എന്ന് വെച്ചാല് സിമ്പിൾ ആണ് കാര്യം. എന്താ അറിയോ ഞങ്ങള്, EMSന്റെ മന്ത്രിസഭയിൽ ലീഗ് കക്ഷിയാണ്. ലീഗ് അതിന്ന് പിരിഞ്ഞു, മന്ത്രിസഭ പൊളിഞ്ഞപ്പോ നമ്മള് ചേലാട്ട് അച്യുതമേനോന്റെ മന്ത്രിസഭയിൽ കക്ഷിയാണ്. എന്ന് മാത്രല്ല, ബൽറാം എന്ന് പറയുന്ന CPIക്കാരൻ തലശ്ശേരി മണ്ഡലത്തിൽ ജയിച്ചു. ഈ ഒറ്റ ചൊറിച്ചിലാണ് ജനസംഘത്തെയും RSSനെയും പിണറായി വിജയന്റെ CPMനെയും വിറളി പിടിപ്പിച്ചത്. അത് മുസ്ലിം ലീഗ് വിരുദ്ധത പറഞ്ഞ് മുസ്ലിം വിരുദ്ധതയാക്കി. അവിടെ കലാപം ഉണ്ടാക്കുക മാത്രമല്ല, ആ കലാപത്തിൽ ഭീകരമായി കൊള്ളയടിച്ചു കൊണ്ടുപോയത്. CPIക്കാരൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം അറിയോ? കലാപം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞപ്പോ ഒരാൾ ചോദിക്കുകയാണ്, അല്ല